SUT തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ശബരി. ഓക്കെ ഡോക്ടർ, അപ്പൊ നമ്മള് വൃക്കരോഗങ്ങൾ എങ്ങനെ നിർണ്ണയിക്കാമെന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രമേഹമുള്ള ഒരാള് എത്ര വർഷം പ്രമേഹം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കിഡ്നിയുടെ ഇൻവോൾവ്മെന്റ് വരുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഒരു പ്രമേഹ രോഗിക്ക് വൃക്കയുടെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് നയിക്കുന്നത്. ഒന്ന്, ബ്ലഡ് ഷുഗർ കൺട്രോൾ. അതെല്ലാവർക്കും അറിയാം. ഷുഗർ നല്ല കൺട്രോൾ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രോബ്ലം വരാം. രണ്ട്, എത്ര വർഷം പ്രമേഹം ഉണ്ടെന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ സപ്പോസ് ഒരു പേഷ്യന്റിന് ഇന്ന് പ്രമേഹം തുടങ്ങി, അടുത്ത വർഷം കിഡ്നി ഫെയിലിയറിലോട്ട് പോകില്ല, അടുത്ത വർഷം യൂറിനിൽ പ്രോട്ടീൻ വരത്തില്ല. യൂറിനിൽ പ്രോട്ടീൻ വരാൻ കുറച്ച് സമയം വേണം. സാധാരണ ഡയബറ്റീസിന്റെ ഒരു പ്രയാണമുണ്ട്, ഡയബറ്റിക് ഇൻഡസിന് പ്രയാണമുണ്ട്. ആദ്യത്തെ ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് യൂറിനിൽ ചെറിയ പ്രോട്ടീൻ കണ്ടുകൊടുക്കുന്നത്. ഒരു 10 ഇയേഴ്സ് ആകുമ്പോൾ പ്രോട്ടീൻ കൂടുകയും ഒരു 15 ഇയേഴ്സ് ആകുമ്പോൾ റെയിൻ ഫെയിലിയറിലോട്ട് പോവുകയും ഒരു 15 to 20 ഇയേഴ്സ് ആകുമ്പോൾ ഒരു സിവിയർ കിഡ്നി ഫെയിലിയറിലോട്ട് പോവുകയും ചെയ്യും. അപ്പം നമുക്ക് ഏർലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു പ്രമേഹ രോഗി പ്രമേഹം ഉണ്ടെന്ന് കാണുമ്പോൾ, എസ്പെഷ്യലി പ്രായമുള്ള ആളാണെങ്കിൽ നമുക്കറിയില്ല എത്ര വർഷം പ്രമേഹം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തു, എനിക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി, എനിക്ക് 40 വയസ്സുണ്ടെന്ന് വയ്ക്കാം. പക്ഷെ എനിക്ക് 5 വർഷം മുമ്പേ ഡയബറ്റീസ് ഉണ്ടായിരുന്നോ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ നമുക്കറിയില്ല. അപ്പൊ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് പ്രായപൂർത്തി ആയുള്ള ഒരാള് പ്രമേഹം ഉണ്ടെന്ന് കാണുമ്പോൾ അപ്പോൾ തന്നെ യൂറിനിൽ മൈക്രോ ആൽബുമിൻ ഉണ്ടോ, ബ്ലഡിലെ ക്രിയാറ്റിൻ എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇനി അത് നോർമൽ ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും നോർമൽ ആണെങ്കിൽ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കൊരു കാറുണ്ട്, നമ്മൾ അല്ലെങ്കിൽ ഒരു ബൈക്കുണ്ട്, നമ്മൾ എല്ലാ 6 മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ സർവീസ് ചെയ്യുമല്ലോ, അല്ലെ? അതൊരു ആക്സിഡന്റ് ആവാനോ അല്ലെങ്കിൽ അത് ബ്രേക്ക് ഫെയിൽ ആവാനോ നമ്മൾ വെയിറ്റ് ചെയ്യില്ലല്ലോ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ബോഡി നോർമൽ ആണെങ്കിൽ നമ്മൾ എല്ലാ ഒരു വർഷം കൂടുമ്പോൾ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഈ പറയുന്ന വൃക്ക രോഗങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചികിത്സകളാണുള്ളത്? വൃക്കരോഗത്തിന്റെ ചികിത്സ ഘട്ടം അനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കിഡ്നിയുടെ ഒരു ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് കിഡ്നിയുടെ ഒരു അസുഖം സ്ഥായിയായിട്ട് അത് മുന്നോട്ട്, ഒരു പ്രായമാണ് എപ്പോഴും മുന്നോട്ട് തന്നെ. നമുക്ക് പ്രായമാവുന്ന പോലെയാണ് കിഡ്നിയുടെ അസുഖം. നമുക്ക് കൺട്രോൾ ചെയ്ത് അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന്റെ മുന്നോട്ടുള്ള പ്രോഗ്രഷൻ, അതിന്റെ സിവിയറിറ്റി, വേഴ്സണിങ്, അത് നമുക്ക് തടയാൻ പറ്റും, നല്ലൊരു പരിധി വരെ പിടിച്ചു വെക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പം യൂറിനിൽ ചെറിയ പ്രോട്ടീനേ ഉള്ളൂ, ക്രിയാറ്റിൻ നോർമലാണ്, ആ പ്രോട്ടീൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകൾക്ക് ഷുഗർ നന്നായിട്ട് നിയന്ത്രിക്കുക. അപ്പൊ ഏർലി ഘട്ടത്തില് കൺട്രോൾ ഓഫ് ഷുഗേഴ്സ്, കൺട്രോൾ ഓഫ് ബ്ലഡ് പ്രഷർ വളരെ പ്രധാനമാണ്. ഡയബറ്റിക് കിഡ്നി ഡിസീസിന്റെ ഒരു കിഡ്നിയുടെ അസുഖത്തിന്റെ പ്രോഗ്രഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ഷുഗർ കൺട്രോൾ പോലെ തന്നെ രക്തസമ്മർദ്ദ നിയന്ത്രണമാണ്. അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, പുകവലി അവോയ്ഡ് ചെയ്യുക, അമിതവണ്ണം ഉണ്ടെങ്കിൽ വ്യായാമം ചെയ്യുക, 150 മിനിറ്റ് ഒരാഴ്ച, 30 മിനിറ്റ്സ് ഇൻടു 5 days വ്യായാമം ചെയ്തിരിക്കണം. ഇതെല്ലാം ഇങ്ങനെ പൊതുവെ പറഞ്ഞാൽ ആരോഗ്യപരമായ ഒരു ജീവിത ശൈലിയാണ് എല്ലാ ഡയബറ്റിക് പേഷ്യന്റിനും വേണ്ടത്. പ്ലസ് നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ, ബ്ലഡ് പ്രഷർ കൺട്രോൾ, പിന്നെ യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ പ്രോട്ടീൻ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളുണ്ട്. അത് തുടങ്ങുക, എന്നിട്ട് ക്ലോസ് ആയിട്ട് നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. Health Tips Malayalam of Zakaria Kasim. To join WhatsApp group, dial 917736743113.